MCA fourth സെമ്മിൻ്റെ മിനി പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ 2015 ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് VB.NET-ലാണ് നമ്മൾ മിനി പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പം ഞാനത് പ്രോഗ്രാം എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. വിഷ്വൽ സ്റ്റുഡിയോ 2015 ഓപ്പൺ ചെയ്തു. പുതിയൊരു പ്രോജക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫയലിൽ നിന്ന് ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ വിൻഡോസ് ഫോം ആപ്ലിക്കേഷൻസ് വരും. നമ്മൾ വിഷ്വൽ ബേസിക്കിലാണ് ചെയ്യുന്നത്, വിഷ്വൽ ബേസിക് .NET-ലാണ്. അപ്പം വിൻഡോസ് പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. വെബ് ആപ്ലിക്കേഷൻസും ഉണ്ട്, വിൻഡോസ് ആപ്ലിക്കേഷൻസും ഉണ്ട്. അതിൽ നമ്മളിപ്പം മിനി പ്രോജക്റ്റിൽ ചെയ്യുന്നത് വിൻഡോസ് ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ഫ്രെയിം വർക്ക് ഏതിലാണ് റൺ ചെയ്യുന്നത്. ഇവിടെ ഫ്രെയിം വർക്ക് 4.5.2 ആണ് ഫ്രെയിം വർക്കിൻ്റെ വേർഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് VB.NET 2 ലാംഗ്വേജസിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യാം. C# യൂസ് ചെയ്യാം, വിഷ്വൽ ബേസിക് യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ വിഷ്വൽ ബേസിക് സെലക്ട് ചെയ്യുക. നമ്മൾ വിഷ്വൽ ബേസിക്കിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടെ വിൻഡോസ് ആപ്ലിക്കേഷൻ 3 എന്നാണ് ഇവിടെ കിടക്കുന്നത്. അത് നിങ്ങൾ പേര് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മളൊരു സാമ്പിൾ പ്രോജക്റ്റ് എന്തെങ്കിലും ഒരു പേര് നമ്മൾ നമ്മുടെ വിൻഡോസ് ആപ്ലിക്കേഷൻ ഒരു പേര് കൊടുത്തു. അതിനുശേഷം നമുക്ക് ലൊക്കേഷൻസ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതിവിടെ നിങ്ങൾ ബ്രൗസ് ചെയ്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻസിൽ സേവ് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻസ് നിങ്ങളിവിടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാൻ ഡിക്കകത്ത് അഞ്ജിത എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്താണ് ഈ സാമ്പിൾ പ്രോജക്റ്റ് സേവ് ചെയ്യുന്നത്. ഇത്രയും കൊടുക്കുക. അപ്പോൾ ഇത്രയും ചൂസ് ചെയ്യാൻ മറക്കില്ല. ലാംഗ്വേജസ് വിഷ്വൽ ബേസിക് ചൂസ് ചെയ്യുക, വിൻഡോസ് ഫോം ആപ്ലിക്കേഷൻസും ചൂസ് ചെയ്തു, നെയിം കൊടുത്തു, ഓക്കെ കൊടുക്കുക. ഇത്രയും കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ വിൻഡോ ലിസ്റ്റ് ചെയ്ത് വരും. ഇതാണ് നമ്മുടെ ഡിസൈൻ ചെയ്യാനുള്ള ഫോം എന്ന് പറയുന്നത്. ഇതാണ് ഫോം 1 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈൻ ചെയ്യാനുള്ള ഫോംസ്. ഇനി ഡിസൈൻ ചെയ്യാനുള്ള കൺട്രോൾസ് കിടക്കുന്നത് ടൂൾ ബോക്സിനകത്താണ്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂൾ ബോക്സ് കിടപ്പുണ്ട്. ഇത് നമുക്കിവിടെ ഇത് ക്ലോസ് ആയി പോവുകയാണെങ്കിൽ നമുക്ക് ടൂൾ ബോക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ മെനു ബാറിനകത്ത് വ്യൂ മെനുവെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടൂൾ ബാറും അതുപോലെ തന്നെ ടൂൾ ബോക്സ് ഉണ്ട്. ഈ ടൂൾ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോൾസ് ടൂൾ ബോക്സിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് കോമൺ കൺട്രോൾസിനകത്താണ് പല ടാബുകളുണ്ട്. ഇവിടെ ഓൾ വിൻഡോസ് ഫോം, കോമൺ കൺട്രോൾസ്, കണ്ടെയ്നർ. അതിൽ കോമൺ കൺട്രോൾസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള കൺട്രോൾസ് ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഫോമിനകത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് വെക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടി എന്ന് പറയുന്ന വേറൊരു വിൻഡോസ് ഉണ്ട്. അതായത് നമ്മുടെ ഫോംസിൻ്റെയും കൺട്രോൾസിൻ്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുക. അതായത് ക്യാരക്ടറിസ്റ്റിക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പം അതായത് ഒരു ലേബൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോം ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, സൈസ്, അതിൻ്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതാണ് പ്രോപ്പർട്ടി വിൻഡോ. പിന്നെ വരുന്നത് വ്യൂവിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ എക്സ്പ്ലോറർ കിട്ടും. ഈ സൊല്യൂഷൻ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് ഓഫ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ആണ്. അതായത് നമ്മൾ എത്ര ഫോംസ് ഈ വിൻഡോസ് ആപ്ലിക്കേഷനിൽ ചെയ്യുന്നുണ്ടോ ആ ഫോമുകളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് സൊല്യൂഷൻ എക്സ്പ്ലോറിനകത്തായിരിക്കും. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ്, നമ്മൾ എത്ര ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ വെബ് വിൻഡോസ് ആപ്ലിക്കേഷനകത്ത്, നമ്മുടെ കോഡ് വിൻഡോ, ഇതെല്ലാം കിടക്കുന്നത് സൊല്യൂഷൻ എക്സ്പ്ലോറിനകത്താണ്. ഓക്കെ. പിന്നെ വേറൊരു വിൻഡോ ആണ് സെർവർ എക്സ്പ്ലോറർ. സെർവർ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസും അതിൻ്റെ ടേബിൾസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണുന്നത് സെർവർ എക്സ്പ്ലോറിനകത്തായിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മളൊരു ഫോം ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ആദ്യം ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു ഡീഫോൾട്ടായിട്ട് ഒരു ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺട്രോൾസ് പ്ലേസ് ചെയ്യാം. ടൂൾ ബോക്സിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാനായിട്ട് ലേബൽ യൂസ് ചെയ്യാം. ഓക്കെ. ലേബൽ കൊണ്ടുവയ്ക്കാം. ലേബലിൽ നിന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വിൻഡോ വരും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടെ മുകളിൽ കുറേ ബട്ടൺസ് കിടപ്പുണ്ട്. അപ്പോൾ ഇത് കാറ്റഗറൈസ്ഡ് എന്നും പറഞ്ഞ് ഒരെണ്ണം കിടപ്പുണ്ട്. അതായത് നമ്മളുടെ പ്രോപ്പർട്ടീസിനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ A to Z, അതായത് ആൽഫബറ്റ്സ് ഓർഡറിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും. മറ്റൊന്ന് ഈ ഒരു സിമ്പിൾ കാണുന്നത്, അതായത് ഒരു മിന്നൽ പോലെ ഒരു സിമ്പിൾ കാണുന്നത് ഇവൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ കൺട്രോൾ ലേബലിൻ്റെ ഇവൻറ്റുകളാണ്. ക്ലിക്ക് ഇവൻറ്റ്സ്, ഡബിൾ ക്ലിക്ക് ഇവൻറ്റ്, അങ്ങനെ പല ഇവൻറ്റ്സുകളാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസും എടുക്കാം, അതുപോലെ തന്നെ ഇവൻറ്റ്സും നമുക്ക് ഈ വിൻഡോയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രോപ്പർട്ടീസ് എടുക്കുവാണ്. ഈ സ്പാനർ പോലെ കാണുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസും ഇവൻറ്റ്സും പ്രോപ്പർട്ടീസ് എടുത്തു. അതിനുശേഷം ആൽഫബറ്റ്സ് ഓർഡർ ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ടെസ്റ്റ്, അപ്പോൾ ഇവിടെയാണ് ടെസ്റ്റ് കിടക്കുന്നത്. അതായത് ലേബൽ 1-ന് എന്ത് മെസ്സേജസ് ആണ് കൊടുക്കേണ്ടത് ആ മെസ്സേജസ് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ പ്രോഗ്രാം എന്നൊരു ഹെഡിങ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടെ ലേബലിനകത്ത് സാമ്പിൾ പ്രോഗ്രാം എന്ന് ലിസ്റ്റ് ചെയ്ത് വരും.
ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് വിഡ്ത്തും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഫോർ കളർ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈസ് നമുക്കിവിടെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ എത്രയാണോ സൈസ് വേണ്ടത്, ഇപ്പോൾ ഞാൻ 15 സൈസ് കൊടുത്തു. ബോൾഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രൂ ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നോ അതനുസരിച്ച് ഇവിടെ ചേഞ്ചസ് വരുത്തും, അതായത് ഫോമിനകത്ത് ചേഞ്ചസ് വരും. പിന്നെ നമുക്ക് കളേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നുകൊണ്ട് ഫോർ കളർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫോർ കളർ ഏത് കളേഴ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലേബലിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ്. ഇനി ലേബലിനകത്ത് നമുക്ക് നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ LBL ലേബൽ 1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. ലേബൽസിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പ്രിഫിക്സ് കൊടുക്കുന്നത് LBL ആണ്. LBL ഇപ്പം LBL നെയിം ആണെങ്കിൽ LBL നെയിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ LBL മെസ്സേജ് ആണെങ്കിൽ LBL മെസ്സേജ് എന്ന് കൊടുക്കാം. അപ്പം ലേബലിനെ എല്ലാം ഡിനോട്ട് ചെയ്യാനായിട്ട് LBL നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെയിം നമ്മൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു വരുന്ന പ്രോപ്പർട്ടീസാണ് വിസിബിൾ ട്രൂ ഉണ്ട്, ഫോഴ്സും ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് ഫോഴ്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്യുമ്പോൾ ആ ലേബലിനെ അവിടെ വ്യൂ ചെയ്ത് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ വിസിബിൾ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ കൺട്രോൾസിനെ റൺ ചെയ്യുമ്പോൾ റൺ ടൈം ലൈനെ വ്യൂ ചെയ്ത് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും ജസ്റ്റ് ഒരു ലേബൽ ഞാൻ മാത്രമേ ഫോമിനകത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു വെബ് ഫോം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടേ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ടേ ക്ലിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡീബഗിൽ നമുക്ക് സ്റ്റാർട്ട് ഡീബഗിങ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും സെലക്ട് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ വെബ് ഫോം റൺ ആവും. വെബ് ഫോം അല്ല, വിൻഡോസ് ഫോം റൺ ആവും. അപ്പോൾ നമ്മൾ ഒരു ലേബലാണ് വെച്ചിരുന്നത്. ഇതാണ് നമ്മുടെ വിൻഡോസ് ഫോം എന്ന് പറയുന്നത്. ഇത് റണ്ണിങ് ഫോമാണ്. ഇവിടെ നമുക്ക് ലേബൽ നമ്മൾ ചെയ്ത് കൊടുത്ത എന്താണോ അത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് റണ്ണിങ് വിൻഡോ ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റും ഒരു ചെറിയൊരു പ്രോഗ്രാം ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ലേബൽ കൊടുത്തു. ലേബലിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ടെസ്റ്റ് കൊടുത്തു. ടെസ്റ്റിനകത്ത് നെയിം എൻ്റർ ചെയ്യാനായിട്ട് എൻ്റർ നെയിം, അടുത്ത ലേബൽ ഞാൻ കൊടുത്തു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. എൻ്റർ ഏജ്, നെക്സ്റ്റ് വൺ എൻ്റർ അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലേബൽസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് എനിക്ക് നെയിം എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അതായത് യൂസർ ഇൻട്രാക്ഷൻസ് ഉണ്ട്, നമുക്ക് എൻ്റർ ചെയ്യാനും പറ്റും, ഡിസ്പ്ലേ ചെയ്ത് കാണാനും പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺട്രോളാണ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇതിന് ഫസ്റ്റിൻ്റെ ID നെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ നെയിം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് 1 ആണ്. ടെക്സ്റ്റ് ബോക്സ് 1ൻ്റെ നമ്മൾ പ്രിഫിക്സ് കൊടുക്കുന്നത് TXT ആണ്. അപ്പോൾ നെയിമാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ TXT നെയിം. അടുത്ത രണ്ടാമതൊരു ടെക്സ്റ്റ് ബോക്സ് വയ്ക്കുക. ഏജിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ചു, അതുപോലെ തന്നെ അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് വെച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് മാറ്റി സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് ഏജ് ആണ്, അതിൻ്റെ പേര് മാറ്റി കൊടുക്കുക TXT ഏജ്. എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വെക്കുമ്പോൾ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണം. നമ്മൾ എന്താണോ എൻ്റർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രിഫിക്സ് എന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും TXT വെച്ച് കൊടുക്കുക. അപ്പം TXT അഡ്രസ്സ്. അപ്പം ഞാൻ 3 ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കൊടുത്തു. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇതെല്ലാം സിംഗിൾ ലൈനാണ്. എനിക്ക് ഒരു ലൈൻ മാത്രമേ റൺ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് എനിക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്കിവിടെ മൾട്ടിപ്പിൾ ലൈൻ സെറ്റ് ചെയ്യാനായിട്ട്, അതായത് മൾട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ മൾട്ടി ലൈൻ ഫോൾസ് എന്നുള്ളത് ട്രൂ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒന്നിക്കൂടി ലൈൻസ് റൺ ചെയ്യുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനിയും ടെക്സ്റ്റ് ബോക്സ് വേറെ ഒരെണ്ണം, ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിനകത്ത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം പാസ്വേഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് വിസിബിൾ ആവാൻ പാടില്ല അല്ലേ. അതായത് നമുക്ക് ആ പാസ്വേഡ് സ്റ്റാറിലോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടറിൽ മാത്രമേ നമുക്ക് കാണാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ലേബിൾ വെച്ചു. ലേബലിന് ഞാൻ എൻ്റർ പാസ്വേഡ് ഒരു ലേബിൾ കൊടുത്തു. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഈ മൾട്ടി ലൈനിൻ്റെ താഴെ തന്നെ പാസ്വേഡ് ക്യാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ പാസ്വേഡ് ക്യാർ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ മതി. സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്നു അതെല്ലാം എങ്ങനെ കാണിക്കുള്ളൂ, സ്റ്റാറായിട്ടേ കാണിക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വേറൊരു പ്രോപ്പർട്ടീസാണ് റീഡ് ഓൺലി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ലേബൽ പോലെ തന്നെ ആക്ട് ചെയ്യും. അതായത് എനിക്ക് യൂസർ ഇൻട്രാക്ഷൻസ് ഇല്ല, എനിക്കൊന്നും എൻ്റർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് റീഡ് ഓൺലി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ലേബൽ പോലെ ടെക്സ്റ്റ് ബോക്സിനെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വെക്കുകയാണ്. ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് അതായത് റൺ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും എൻ്റർ ചെയ്യേണ്ട, ജസ്റ്റ് കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താക്കുക, റീഡ് ഓൺലി ട്രൂ ആക്കി കൊടുക്കുക.
ഇനി എനിക്ക് അതിനകത്ത് എന്തെങ്കിലും ടെസ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ടെസ്റ്റ് ഞാൻ ഇപ്പോൾ IIIT നിന്ന് ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് IIIT. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് IIIT എന്ന് കാണാൻ നമുക്ക് ഒന്ന് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടീസാണ് റീഡ് ഓൺലി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താ സെറ്റ് ചെയ്യുക, ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് എനേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കൂടെ ഉണ്ട്. എനേബിൾഡ് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ലേബലിന് യൂസർ ഇൻട്രാക്ഷൻസ് ഉള്ളൂ. അതായത് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ എനേബിൾഡ് ഫോഴ്സ് ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലേബിൾസ് ആ ടെക്സ്റ്റ് ബോക്സ് കാണാൻ മാത്രമേ പറ്റുള്ളൂ, ഒരു യൂസർ ഇൻട്രാക്ഷൻസും പറ്റത്തില്ല. അത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബോക്സ് എടുത്ത് വെച്ചു, ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ട് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തു, അതിൻ്റെ എനേബിൾഡ് ഫോഴ്സ് ആക്കി കൊടുത്തു. എന്തെങ്കിലും ഒരു ടെസ്റ്റ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ ടെസ്റ്റ് എന്നുള്ളിടത്ത് ഒരു ഡേറ്റോ എന്തെങ്കിലും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് റൺ ചെയ്യുന്ന സമയത്ത് നമുക്കത് എനേബിൾ ഫോഴ്സ് ആയിട്ട് കിടക്കും. അതായത് ഒരു യൂസർ ഇൻട്രാക്ഷൻസും ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇത്രയും പോർഷൻസ് റൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ റണ്ണിങ് ആയിട്ടുള്ള വിൻഡോസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എൻ്റർ ചെയ്ത് നെയിം എൻ്റർ ചെയ്യാം, ഏജ് എൻ്റർ ചെയ്യാം. അഡ്രസ്സ് ആണെങ്കിൽ നമുക്കിവിടെ മൾട്ടി ലൈൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പാസ്വേഡ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർ ആയിട്ടേ വരുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് IIIT എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് എൻട്രി ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ഓൺലി ട്രൂ ആക്കിയിട്ടേക്കുവാണ്. അപ്പോൾ റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ഇത് സെക്കൻഡ് ടെക്സ്റ്റ് ബോക്സ് നമ്മൾ എനേബിൾ ഫോഴ്സ് ആക്കിയിട്ടായിരുന്നു. എനേബിൾ ഫോഴ്സ് ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ, യൂസർ ഇൻട്രാക്ഷൻസ് ഒന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബോക്സിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്.